എല്ലാവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമ്മളിപ്പോൾ പഠിക്കുന്നത് 108ാമത്തെ ഖണ്ഡികയാണ്. ഈ 108ാമത്തെ ഖണ്ഡിക അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ ബുക്ക് റിലീജിയൻ എന്ന് പറഞ്ഞുകൊണ്ട്. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ ബുക്ക് റിലീജിയൻ, ഇറ്റ് ഈസ് എ റിലീജിയൻ ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്. മലയാളത്തിൽ അങ്ങനെയാണെങ്കിലും ക്രൈസ്തവ വിശ്വാസം എന്നത് വെറും ഒരു ഗ്രന്ഥത്തിൻ്റെ മതം അല്ല. ഒരു ഗ്രന്ഥത്തിൻ്റെ മതം അല്ല. ഇത് നോക്കുമ്പോൾ ഇത് ഗ്രന്ഥമാണ് കണ്ടോ, എന്നാൽ ഒരു ഗ്രന്ഥത്തിൻ്റെ മതം അല്ല. പിന്നെയോ ദൈവവചനത്തിൻ്റെ മതമാണ് ക്രിസ്തുമതം. ദൈവവചനത്തിൻ്റെ മതമാണ് ക്രിസ്തുമതം. ഈ വചനം എഴുതപ്പെട്ട മൂകമായ ഒരു വചനമല്ല. എഴുതപ്പെട്ട മൂകമായ ഒരു വചനമല്ല, പ്രത്യുത അവതാരം ചെയ്ത് ജീവിക്കുന്ന വചനമാണ്. ഇത് മനസ്സിലാക്കാനാണ് വളരെ ബുദ്ധിമുട്ട്. അവതാരം ചെയ്ത് ജീവിക്കുന്ന വചനമാണ്. തിരുലിഖിതങ്ങൾ വെറും നിർജീവ അക്ഷരങ്ങളായി മാറാതിരിക്കുന്നതിന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ നിത്യവചനമായ ക്രിസ്തു പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ മനസ്സുകളെ തിരുലിഖിതങ്ങൾ ഗ്രഹിക്കാനായി തുറക്കണം. 74 ലൂക്കായുടെ സുവിശേഷം 24:45. സ്നേഹമുള്ളവരെയും, വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ ഒരു സംഭവം എൻ്റെ മനസ്സിൽ വരികയാണ്. ഇന്ത്യൻ മിഷണറി സൊസൈറ്റിയിൽ വാരണാസിയിൽ, കേൾക്കണം, വാരണാസിയിൽ ഒരാശ്രമമുണ്ട് അവർക്ക്. വാരണാസിയിലെ ആശ്രമത്തിൽ ഏതാണ്ട് 10,000, ചിലപ്പോൾ 12,000 പേരെല്ലാം സെക്കൻഡ് സാറ്റർഡേ കൺവെൻഷന് വരും. എല്ലാ സാറ്റർഡേയിലും ഒരു 10,000 പേര് വരും. അവരാരും ക്രിസ്ത്യാനികളല്ല, അധികം പേരും. ഇപ്പോഴൊക്കെ ആയിട്ടുണ്ടാവുമായിരിക്കും. എന്ന് പറഞ്ഞാൽ അവരാരും മാമോദീസ സ്വീകരിച്ചിട്ടില്ല. ക്രിസ്തു ഭക്തർ എന്നാണ് പറയുന്നത്. ക്രിസ്തു ഭക്താസ് എന്നാണ് പറയുക, ക്രിസ്തു ഭക്താസ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ അവിടെ ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ, കൺവെൻഷനെല്ലാം കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കുറേ പേര് വളർച്ചയിലുള്ളവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ക്ലാസ് നടത്തും. അവരെല്ലാവരും അടുത്ത് കൂടിയിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അവരുടെ സംശയങ്ങൾ മാറ്റും. അങ്ങനെ അപ്പോൾ ഞാൻ അവരുടെ ചില ആളുകളുടെ സാക്ഷ്യമെല്ലാം കേൾക്കാൻ ഇഷ്ടപ്പെട്ടു. അതൊന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ചിലവരോട് പറഞ്ഞപ്പോൾ പുതിയതായിട്ട് ഈ സമൂഹത്തിൽ ചേർന്ന ഒരാൾ പറയാണ്, അയാൾ 1 മാസമായിട്ടുള്ളൂ ചേർന്നിട്ട്. അതിനു മുമ്പ് വേറെ മറ്റു ജാതി അക്രൈസ്തവരായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ആ അക്രൈസ്തവ സമൂഹത്തെ വിട്ട് ക്രൈസ്തവ സമൂഹത്തിലേക്ക് വന്നതോടെ അദ്ദേഹത്തിൻ്റെ നാട്ടിലും അദ്ദേഹത്തിൻ്റെ ആ കൂടെ ഉണ്ടായിരുന്ന കുറേ പേർക്ക് വലിയ അമർഷമായി, വലിയ ദേഷ്യമൊക്കെ. അപ്പോൾ ഒരു ദിവസം ഇയാൾ ഈ വാരണാസി ആശ്രമം, നമ്മുടെ ക്രൈസ്തവ ആശ്രമം വിട്ട് പോകുമ്പോൾ വഴിയിൽ വെച്ച് അവരുടെ കൂട്ടത്തിലുള്ള മറ്റേ ആളുകളെല്ലാവരും കൂടി തടഞ്ഞു നിർത്തി ഇവനെ ആക്രമിക്കാൻ വന്നു. അപ്പം ഇവൻ്റെ കയ്യിൽ ബൈബിളുണ്ട്. അപ്പോൾ ബൈബിൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അവൻ പോവുകയാണ്. അപ്പോൾ അവരിവനെ ഒരുപാട് വഴക്ക് പറഞ്ഞു, തെറി പറഞ്ഞു. ഇവനൊന്നും മിണ്ടുന്നില്ല. അവസാനം അതിനകത്ത് ചില ആൾക്കാർ പറഞ്ഞു, നീ എന്തിനാണ് ഞങ്ങളുടെ ഈ സമൂഹം വിട്ടു പോയത്? നിൻ്റെ ഈ പുസ്തകമാണ്, ഞങ്ങൾക്ക് എന്തോരം പുസ്തകങ്ങളുണ്ട്, ആ പുസ്തകങ്ങളെല്ലാം പഠിച്ചാൽ പോരായിരുന്നു നിനക്ക്? ഈ പുസ്തകത്തിൽ എന്താ ഇത്ര വലിയ പ്രത്യേകത?
എന്നും പറഞ്ഞ് കൂടുതൽ വഴക്ക് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതയോ? ഇവൻ പറഞ്ഞു, ഇത്രയും നേരം നിങ്ങൾ എന്നെ അതിഭയാനകമായ രീതിയിൽ ആക്രോശിച്ചു, തെറി പറഞ്ഞു, എന്നെ പറയാവുന്ന എല്ലാ അസഭ്യവാക്കുകളും നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു വാക്ക് തിരിച്ചു പറഞ്ഞോ? അതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. അതോടെ അവരെല്ലാവരും പിരിഞ്ഞു പോയി. എന്താ പറഞ്ഞത്? ആ പുതിയ ക്രിസ്തു ഭക്തൻ, പുതിയതായി വന്ന ക്രിസ്തു ഭക്തൻ്റെ ഈശോയെക്കുറിച്ചും ഈശോയുടെ വചനത്തെക്കുറിച്ചും തിരുവചനത്തെക്കുറിച്ചുമുള്ള ആ ഒരു ഉൾക്കാഴ്ച, എഴുതപ്പെട്ട നിർജീവ വചനമല്ല ഈ വചനം, എഴുതപ്പെട്ട മൂകമായ ഒരു വചനമല്ല, മറിച്ച് പ്രത്യുത അവതാരം ചെയ്ത് ജീവിക്കുന്ന വചനമാണ്. ഇത് ഇപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കുറേ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിനൊരു വചനം എടുക്കുന്നു, യോഹന്നാൻ 3:16, ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതന് നൽകാൻ തക്ക വിധം സ്നേഹിച്ചു, അവനിൽ വിശ്വസിക്കുന്നവരാരും തന്നെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനായി ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഇതാണ് വചനം. ഈ വചനത്തെ നമ്മൾ എഴുതി മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തു. ഈ വചനം നമ്മൾ ഒരാൾക്ക് എഴുതി അയക്കുമ്പോൾ നമ്മൾ എന്താണ് അതിൽ നിന്നും ഉൾക്കൊള്ളേണ്ടത്? നമ്മളത് എഴുതുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ഇത് ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം സ്നേഹിച്ചു. അവിടെ നമ്മളെന്ത് മനസ്സിലാക്കണം? ഈ വചനമാണ് മാംസമായി യേശുക്രിസ്തുവായി മനുഷ്യന് വേണ്ടി ജീവിച്ചു, മനുഷ്യൻ്റെ പാപം ഏറ്റെടുത്തു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, പാതാളത്തിലേക്ക് ഇറങ്ങി, ഉയർക്കപ്പെട്ടു. ഈ വചനമാണത്. അത്രമാത്രം സ്നേഹിച്ചു. നമുക്ക് എങ്ങനെ മനസ്സിലാകും ആ സ്നേഹം? ആ സ്നേഹത്തെ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുമോ? അത് മനുഷ്യൻ്റെ മനസ്സിലാക്കലിൽ ഉപരിയാണ്. അഗ്രാഹ്യമായ സ്നേഹം, അഗ്രാഹ്യമാണ് ആ സ്നേഹം. ആ സ്നേഹം അഗ്രാഹ്യമാണ്. അപ്പോൾ ആ അഗ്രാഹ്യമായ ആ സ്നേഹം അവതീർണ വചനമാണ്. അതായത് മനുഷ്യനായി പിറന്ന വചനമാണ്. ഇത് ക്രിസ്തീയ വിശ്വാസികൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളിൽ വചനം മാംസമാകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്തീയത ഒരു പുസ്തകത്തിൻ്റെ മതമല്ല. ഇറ്റ് ഈസ് നോട്ട് എ ബുക്ക് റിലീജിയൻ, ഇറ്റ് ഈസ് എ റിലീജിയൻ of the word of God, not a written and mute word. ക്രിസ്തീയത ഒരു പുസ്തകങ്ങളുടെ മതമല്ല, അത് ദൈവവചനത്തിൻ്റെ മതമാണ്. ദൈവവചനത്തിൻ്റെ മതമാണ്. നിർജീവമായ എഴുതപ്പെട്ട വചനമല്ല, ജീവിക്കുന്ന അവതീർണ വചനമാണ്. ഇപ്പോഴും ആ വചനം ജീവിക്കുന്നു, അത് നമ്മളിൽ ജീവിക്കുന്നു, നമ്മളിൽ നട്ടിരിക്കുന്നു, നമ്മളിൽ മുളച്ച് വലുതായിരിക്കുന്നു, നമ്മളിൽ തഴച്ച് വളർന്നു നിൽക്കുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ മുഴുവനും അടിസ്ഥാനം ഈ വചനമാകുന്ന ദൈവമാണ്. വചനമാകുന്ന ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു എന്ന്
വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വചനമാകുന്ന ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. തിരുലിഖിതങ്ങൾ വെറും നിർജീവ അക്ഷരങ്ങളായി മാറാതിരിക്കുന്നതിന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ നിത്യവചനമായ ക്രിസ്തു പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ മനസ്സുകളെ തിരുലിഖിതങ്ങൾ ഗ്രഹിക്കാനായി തുറക്കണം. ഇവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ഈശോ ഉത്ഥാനശേഷം എമ്മാവൂസിലേക്ക് പോയപ്പോൾ അപ്പോൾ അവരോട് ഈശോ വചനം സംസാരിച്ചപ്പോൾ, വ്യാഖ്യാനിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരു ജ്വലനമുണ്ടായി. അവസാനം ആ 24-ാം അധ്യായത്തിൽ 45-ാമത്തെ വചനത്തിലാണ് പറയുന്നത്, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവൻ അവരുടെ മനസ്സ് തുറന്നു. അത് അവരുടെ മാത്രമായിട്ടല്ല, അത് യൂണിവേഴ്സലായിട്ട് രക്ഷാകര പദ്ധതിയിലൂടെ ഒളിച്ചു വയ്ക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ആ രക്ഷാകര പദ്ധതി കഴിഞ്ഞപ്പോൾ അനാവരണം ചെയ്തു. വിശുദ്ധ ലിഖിതങ്ങളുടെ ലോക്ക് തുറന്നു. വിശുദ്ധ ലിഖിതങ്ങൾ അതിൻ്റെ മുദ്ര തുറന്നു. ഇവിടെയും വെളിപാടിൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, മുദ്രിത ഗന്ധവും കുഞ്ഞാടും. സിംഹാസനത്തിൻ്റെ വലതു കൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്തമുദ്രകൾ പതിച്ചതുമായ ഒരു പുസ്തകച്ചുരുൾ ഞാൻ കണ്ടു. ശക്തനായ ഒരു ദൂതനെയും ഞാൻ കണ്ടു. അവൻ ഉച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ ചുരുൾ നിവർത്താനും അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കാനും അർഹതയുള്ള ആരുണ്ട്? എന്നാൽ സ്വർഗത്തിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ കഴിയില്ല. ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായി ആരെയും കണ്ടെത്താതിനാൽ ഞാൻ വളരെയേറെ കരഞ്ഞു. അപ്പോൾ ശ്രേഷ്ഠന്മാരിലൊരാൾ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാവംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. അപ്പോൾ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവന് 7 കൊമ്പുകളും 7 കണ്ണുകളുമുണ്ട്. ഈ കണ്ണുകൾ ലോകമെമ്പാടും അയക്കപ്പെട്ട ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. അവൻ ചെന്ന് സിംഹാസനത്തിൻ്റെ വലതു കൈയിൽ നിന്നും ചുരുൾ വാങ്ങി. അവനത് സ്വീകരിച്ചപ്പോൾ 4 ജീവികളും ഉണ്ടോ? എന്താണ് 4 ജീവികൾ? മനുഷ്യൻ, സിംഹം, കാള, കഴുകൻ. 4 ജീവികളും 24 ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളുമാകുന്ന പരിമളദ്രവ്യങ്ങളും നിറഞ്ഞ സ്വർണ്ണ കലശങ്ങളും കയ്യിലേന്തിയിരുന്നു. വീണയും അവർ ഒരു നവ്യഗാനം ആലപിച്ചു. പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. നീ അവരെ നമ്മുടെ ദൈവത്തിനൊരു രാജ്യവും പുരോഹിതന്മാരും ആക്കി. അവൻ ഭൂമിയുടെ മേൽ ഭരണം നടത്തും. പിന്നെ ഞാൻ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റും അനേകം ദൂതന്മാരെ കണ്ടു. അവരുടെ സ്വരം ഞാൻ കേട്ടു. അവരുടെ എണ്ണം 10,000ങ്ങളുടെ 10,000-ത്തോളം, ആയിരങ്ങളുടെയും 10,000ങ്ങളുടെ 10,000-ങ്ങളും ആയിരങ്ങളുടെ ആയിരങ്ങളുമായിരുന്നു. ഉച്ചസ്വരത്തിൽ അവർ ഉദ്ഘോഷിച്ചു, കൊല്ലപ്പെട്ട കുഞ്ഞാട്
ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് കേട്ടു: സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും. 4 ജീവികളും ആമേൻ എന്ന് പ്രതിപദിച്ചു. ശ്രേഷ്ഠന്മാരെ സാഷ്ടാംഗം വീണ് ആരാധിച്ചു. ഇതാണ് പുസ്തകച്ചുരുളിൻ്റെ മുദ്ര തുറന്നത്. ഇതുപോലെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഒരുപാട് സ്ഥലത്ത് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോ മിശിഹായുടെ പീഡാനുഭവം, മരണം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, പന്തക്കുസ്ത, അതിനുശേഷമാണ് ഈ തിരുവചനങ്ങളുടെ മുദ്ര പൊട്ടിച്ചത്. അതാണ് ക്രിസ്തീയതയ്ക്ക് ദൈവം തന്ന ഏറ്റവും വലിയ മഹത്വം. പഴയ നിയമത്തിലെ ഒരുപാട് വചനങ്ങൾ, അല്ലെങ്കിൽ പഴയ നിയമ കാലഘട്ടത്ത് ഒരുപാട് പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ പഴയ നിയമ വക്താക്കൾക്കും ഫരിസേയരും നിയമജ്ഞർക്കും അത് മനസ്സിലായിരുന്നില്ല. അതാണ് പൗലോസ് കൂടെ, അത് മനസ്സിലായിരുന്നെങ്കിൽ ജീവൻ്റെ നാഥനെ അവർ കുരിശിൽ തറക്കില്ലായിരുന്നു. എന്തുകൊണ്ട് മനസ്സിലായില്ല? അത് മുദ്ര തുറന്നിട്ടില്ലായിരുന്നു, വചനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. ഇപ്പം നമ്മളെല്ലാം ചെറുപ്രായത്തിൽ ഈ വചനങ്ങളൊക്കെ വായിച്ചിട്ടുള്ളതാണെങ്കിലും അന്ന് കൃത്യമായിട്ടത് മനസ്സിലാക്കിയിരുന്നില്ല നമുക്ക്. കാരണം നമ്മുടെ ഹൃദയത്തിലും ഈ പരിശുദ്ധാത്മാവിലൂടെ അത് തുറന്നിട്ടില്ലായിരുന്നു. എനിക്കുണ്ടായ വലിയൊരു അനുഭവം, ഒരിക്കൽ ഒരു കാര്യത്തിനായിട്ട് ട്രക്കിൽ യാത്ര ചെയ്യേണ്ടി വന്നു കുറേ ആ യാത്രയിൽ, പിന്നെ ട്രെയിൻ യാത്രയിലെല്ലാം ഈ ട്രക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഈ ഡ്രൈവറിനോട് എന്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും? അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, എൻ്റെ പോക്കറ്റിൽ കൊന്തയുണ്ടായിരുന്നു. എനിക്ക് തോന്നി കൊന്ത ചെല്ലാൻ തോന്നി. മാത്രമല്ല, അതുവരെ ചെല്ലാത്ത രീതിയിൽ കൊന്തയിലെ വിശുദ്ധ ദിവ്യരഹസ്യങ്ങളെ ധ്യാനിച്ച് ചെല്ലാൻ തോന്നി. അങ്ങനെ നമുക്കിഷ്ടം പോലെ സമയമുണ്ട്, അതുകൊണ്ട് ഓരോ രഹസ്യങ്ങളും ധ്യാനിച്ചു ചൊല്ലിയപ്പോൾ ആ രഹസ്യങ്ങളെല്ലാം തിരുവചനങ്ങളാണ്. ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയാൽ പരിശുദ്ധ മറിയത്തോട് മംഗലവാർത്ത അറിയിച്ച ആ ദിവ്യരഹസ്യത്തെക്കുറിച്ച് അങ്ങനെ ധ്യാനിച്ചപ്പോൾ എൻ്റെ ആത്മാവിലേക്ക് ദൈവവചനങ്ങളുടെ ചുരുളഴിയുന്ന ഒരനുഭവം ഉണ്ടായി. അപ്പോഴാണ് വാസ്തവത്തിൽ ഞാൻ അന്ന് ഗുൽബർഗയിൽ നിന്ന് കോയമ്പത്തൂരിലേക്കാണ് വണ്ടി വന്നിരുന്നത്. കുറേ മെഷീനറികൾ കൊണ്ട് വരികയാണ്. ഗുൽബർഗയിൽ നിന്ന് കോയമ്പത്തൂരേക്ക് 1.5 ദിവസത്തെ, ഒരു 2 ദിവസത്തെ യാത്രയുണ്ട്. ഞാൻ കോയമ്പത്തൂർ എത്തിയപ്പോഴേക്കും എൻ്റെ ഹൃദയത്തിൽ എങ്ങനെയെങ്കിലും കോയമ്പത്തൂരിൽ നിന്ന് വേഗം ആലുവായിൽ വന്ന് എന്തിനാ ബൈബിൾ എടുത്തൊന്ന് വായിക്കണം ഈ ഭാഗങ്ങൾ. ഞാനിപ്പോഴും ഓർക്കുകയാണത്. അതിയായ ആവേശം. അങ്ങനെ അപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ നാട്ടിൽ വരാണ്ടിരിക്കുകയായിരുന്നു. ഞാനത് ഓർക്കുകയാണ്, ശരിക്കും വചനത്തിൻ്റെ
സജീവമായ ഒരനുഭവം, സജീവമായ അനുഭവം. വചനം ഒരു ലിഖിതമായ ഒരു ഡെഡ് ലെറ്റർ അല്ല, ഒരു നിർജീവമായ വാക്കുകളല്ല, ദൈവം തന്നെയാണ്. അവതീർണ ക്രിസ്തുവാണ് എന്ന് ആ ക്രിസ്തുവിനെ വചനത്തിലൂടെ നമ്മൾക്കങ്ങ് അനുഭവമാകണം. അപ്പോൾ അതാണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാം സാരാംശം. അതിൻ്റെ സാരാംശത്തിൽ അവസാനം പറഞ്ഞതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പരിശുദ്ധാത്മാവിലൂടെ. ഉണ്ടോ? ദൈവത്തിൻ്റെ നിത്യവചനമായ ക്രിസ്തു പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ മനസ്സുകളെ തിരുലിഖിതങ്ങൾ ഗ്രഹിക്കാനായി തുറക്കണം. അതുകൊണ്ടാണ് എപ്പോഴും ദൈവവചനം പഠിക്കുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവാണ് ഇനി തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. പരിശുദ്ധാത്മാവ് വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാതാവ്. നമുക്കതിലേക്ക് കടക്കാം. അപ്പോൾ അനുദിന ജീവിതത്തിൽ നമ്മൾ പെട്ടെന്നൊരു വചനം വെട്ടി തുറന്ന് വായിക്കുക, അത് നല്ല വചനമാണല്ലോ, അതിനെ ഒരിക്കലും നമ്മളൊരു ഭൗതികമായ കാഴ്ചപ്പാടിൽ കാണരുത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ എന്ത് പ്രാർത്ഥിക്കുമ്പോൾ വചനം ഇങ്ങനെ തുറക്കണു, വചനം തുറന്നോ, പക്ഷെ അതിൽ നമുക്ക് കിട്ടിയ വചനത്തിൻ്റെ അർത്ഥത്തിൽ നമ്മൾ ഒരു ഭൗതികമായ അർത്ഥത്തിൽ അതിനെ കാണരുത്. അക്ഷരാർത്ഥം അതൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ ചില നിയമങ്ങൾ ഉണ്ട്. പക്ഷെ ആദ്യം അതിൽ ക്രിസ്തുവിനെ കാണണം. ക്രിസ്തുവിനെ കാണണം. ജീവിക്കുന്ന ക്രിസ്തു, ജീവിക്കുന്ന ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിനെ നമ്മൾ കാണണം. അപ്പോഴാണ് വചനം നമ്മളിൽ യഥാർത്ഥമായി മാംസമാകുന്നതും ആ വചനത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്ന അർത്ഥം മനസ്സിലാവുന്നത്. തുടർന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവ് വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാതാവ് എന്ന ഭാഗമാണ്. വലിയൊരു സബ്ജക്റ്റാണിത്. പരിശുദ്ധാത്മാവ് വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാതാവ്. 109 ഖണ്ഡിക. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം മനുഷ്യരോട് മാനുഷിക രീതിയിൽ സംസാരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം മനുഷ്യരോട്, ഉണ്ടോ, ദൈവം മനുഷ്യരോട് മാനുഷിക രീതിയിൽ സംസാരിക്കുന്നു. ദൈവം മനുഷ്യരോട് മാനുഷിക രീതിയിൽ സംസാരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം ശരിയായി വ്യാഖ്യാനിക്കുന്നതിന് മാനുഷിക ഗ്രന്ഥകാരന്മാർ യഥാർത്ഥത്തിൽ എന്ത് വ്യക്തമാക്കാനാണ് ഉദ്ദേശിച്ചതെന്ന് അവരുടെ വാക്കുകൾ വഴി നമുക്കായി എന്ത് വെളിപ്പെടുത്തുവാനാണ് ദൈവം തിരുവുള്ളമായതെന്നും വായനക്കാരൻ ഗ്രഹിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം മനുഷ്യരോട് മാനുഷിക രീതിയിൽ സംസാരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാണ്, അവൻ കള്ളനെ പോലെ വരും. അവൻ കള്ളനെ പോലെ വരും എന്ന് പറയണത് ഒരു പദപ്രയോഗമാണ്. മാനുഷിക രീതിയിൽ മനസ്സിലാകുന്ന ആ കാലഘട്ടത്തിൽ ആ നാട്ടുകാർക്ക് അറിയാവുന്ന ഒരു പദപ്രയോഗമാണ്. ഉദാഹരണത്തിന്, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു, നിങ്ങളെ അയൽവക്കക്കാരെയൊക്കെ പരിചയപ്പെടുത്തിയപ്പോൾ ഇത് ഞങ്ങളുടെ കിഴക്കേലെ ആഗസ്തിക്കുട്ടിയാണ്, ഇദ്ദേഹത്തിന് ബ്ലേഡ് കമ്പനിയാണ്. ഓ, ബ്ലേഡ് കമ്പനിയോ? ഏത് കമ്പനിയുടെ കൊളാബറേഷനാണ്? വിൽക്കിൻസൺസോ 7 o'clock? അപ്പോൾ
നിങ്ങൾ ചിരിക്കുകയാണ്. അതെന്താ ചിരിക്കണേ? അതെ സാറേ, ബ്ലേഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇവിടെ വേറൊരു അർത്ഥമാണ്, മനസ്സിലായോ? അപ്പോൾ എന്താണ് ആ നാട്ടിൽ ബ്ലേഡ് കമ്പനി എന്ന് പറഞ്ഞാൽ? അന്യായ പലിശയ്ക്ക് പണം കടം കൊടുക്കുന്ന പ്രസ്ഥാനത്തിനാണ് ബ്ലേഡ് കമ്പനി. ഇവിടെ എഴുതിയിരിക്കുകയാണ് മത്തായി ബ്ലേഡ് കമ്പനി ഉടമസ്ഥനായിരുന്നു എന്ന് എഴുതിയിരിക്കുകയാണ്. ഇനി 12,000 വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം പഠിക്കുമ്പോൾ നമ്മൾ എന്ത് അർത്ഥത്തിലാണ് മനസ്സിലാക്കുക? ബ്ലേഡ്. ഡിക്ഷണറി എടുത്ത് എന്താ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ? ബ്ലേഡ് എന്ന് പറഞ്ഞാൽ വളരെ മൂർച്ചയുള്ള ഒരു ഉപകരണമാണ് എന്നല്ലേ മനസ്സിലാവുള്ളൂ. മത്തായി ബ്ലേഡ് കമ്പനി നടത്തിയിരുന്നു. പക്ഷെ മത്തായിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ആ നാട്ടുകാർക്ക് ആ നാട്ടിലും പറയണ മത്തായി ബ്ലേഡ് മത്തായി എന്നാണ് പറയണത്. അപ്പം എന്ന പോലെ മനുഷ്യരോട് മാനുഷിക രീതിയിൽ സംസാരിക്കുന്നു. അതാണ് അവൻ കള്ളനെപ്പോലെ വരും. കള്ളനെപ്പോലെ വരും എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി ഒരു പ്രവചനം ഇല്ലാതെ അവിചാരിതമായിട്ട് വരും എന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ കള്ളനായതുകൊണ്ടല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പദപ്രയോഗങ്ങൾ, പ്രത്യേകിച്ച് സങ്കീർത്തനം മുഴുവനും അതാണ്. സങ്കീർത്തനത്തിലെ ഓരോ വരികളിലും അതാണ്. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നുണ്ടോ. അപ്പോൾ ആ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല്, മൂലക്കല്ല്, ഈ വാക്കുകൾക്കെല്ലാം അർത്ഥം ആ കാലഘട്ടത്തിലെ മനുഷ്യരോട് സംസാരിക്കുന്നതും അതോടൊപ്പം അതിലുള്ള കവിതാത്മകതും അതിലുള്ള സിംബോളിസങ്ങളും ഒക്കെ അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നു. എന്നാൽ നമ്മളത് മനസ്സിലാക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ എന്താണ് അതിന് കിട്ടുന്ന വ്യാഖ്യാനം? അതിന് കിട്ടുന്ന വ്യാഖ്യാനം കർത്താവ് ഈശോ മിശിഹായെക്കുറിച്ചാണ്. ഈശോ മിശിഹായെ എല്ലാവരും ഉപേക്ഷിക്കും, എന്നാൽ അവസാനം ആ ഉയർത്തെഴുന്നേറ്റ ഈശോ ആണ് സർവാധിപനാകുന്നത്. ഇതാണ് അതിൻ്റെ അർത്ഥം. മൂലക്കല്ലായി മാറും. അപ്പോൾ അങ്ങനെ വിശുദ്ധ ലിഖിതങ്ങളുടെ അർത്ഥം, വിശുദ്ധ ലിഖിതത്തിൽ ദൈവം മനുഷ്യരോട് മാനുഷിക രീതിയിൽ സംസാരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം ശരിയായി വ്യാഖ്യാനിക്കുന്നതിന് മാനുഷിക ഗ്രന്ഥകാരന്മാർ യഥാർത്ഥത്തിൽ എന്ത് വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചതെന്ന് അവരുടെ വാക്കുകൾ വഴി നമുക്കായി എന്ത് വെളിപ്പെടുത്തുവാനാണ് ദൈവം തിരുവുള്ളമായതെന്നും വായനക്കാരൻ ഗ്രഹിക്കണം. എങ്ങനെ ഗ്രഹിക്കണം? പരിശുദ്ധാത്മാവിലൂടെ. തുടർന്ന് 110 ഖണ്ഡിക. വിശുദ്ധ ഗ്രന്ഥകാരന്മാർ ഉദ്ദേശിച്ച അർത്ഥം ഗ്രഹിക്കുന്നതിന് അവർ ജീവിച്ച കാലഘട്ടത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അവരുടെ കാലത്തെ സാഹിത്യ രൂപത്തിൻ്റെയും പ്രത്യേകതകളും അക്കാലത്തെ ചിന്തയുടെയും ഭാഷണത്തിൻ്റെയും ആഖ്യാനത്തിൻ്റെയും രീതിയും നാം ശ്രദ്ധിക്കണം. കാരണം ആവിഷ്കൃത സത്യം വിവിധ രീതികളിൽ വ്യത്യസ്തങ്ങളായ ചരിത്രരചനകളിലൂടെയോ പ്രവചന രൂപത്തിലോ കാവ്യരൂപത്തിലോ മറ്റേതെങ്കിലും സാഹിത്യരൂപത്തിലോ ഉള്ള രചനകളിലൂടെയോ അവതരിപ്പിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് വിലാപങ്ങളുടെ പുസ്തകം. വിലാപങ്ങൾ അതൊരു കാവ്യരൂപമാണ്. എന്നാൽ ഏത് കാലഘട്ടത്തിൽ എന്തിനു വേണ്ടിയാണ് അത് എഴുതിയത്? ബാബിലോണിയൻ അടിമത്തത്തിൽ ദൈവജനം അതിഭയാനകമായ വേദന അനുഭവിക്കുന്ന ആ വലിയ വേദനയുടെ ബാഹ്യരൂപമാണത്. ആ കാലഘട്ടത്തെയും ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ അനുഭവിച്ച വേദനകളെ
ഉൾക്കൊണ്ടാൽ മാത്രമേ ആ വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ തന്നെ അർത്ഥം മനസ്സിലാകുകയുള്ളൂ. എന്ന പോലെ ജെറമ്യായുടെ പുസ്തകം മനസ്സിലാകണമെങ്കിൽ ഏത് കാലഘട്ടത്തിൽ എന്തവസ്ഥയിലാണ് ജെറമ്യ പ്രവചിച്ചത്, അതും ബാബിലോണിയൻ അടിമത്വത്തിലായിരിക്കുന്ന ദൈവജനത്തിൻ്റെ അവരിൽ ഒരാളിൽ നിന്നും ആ ബാബിലോണിലെ അടിമത്വത്തിലായിരിക്കെ ഉയർത്തിയ ഒരു പ്രവാചകനാണ് ജെറമ്യ. ആ ബോധ്യത്തോടെ ജെറമ്യ വായിക്കണം. അപ്പോഴാണ് പറയുന്നത്, എൻ്റെ ജനം 2 തിന്മ ചെയ്തു, അവർ എന്നെ തന്നെ ഉപേക്ഷിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ഞാൻ അവരെ ഇസ്രായേലിൽ നിന്നും ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്നും ഇത്ര അത്ഭുതങ്ങൾ നടത്തി വിജയശ്രീലാളിതരായി അവരെ കൊണ്ടുവന്നെങ്കിലും അവർ എന്നെ മറന്നു. ഞാൻ അവർക്ക് വേണ്ടി ചെയ്ത എന്തോ ഒരു വലിയ കാര്യങ്ങൾ അതെല്ലാം അവർ മറന്നു. അവരോട് ഇതുപോലെ ദഹനബലികളോ മൃഗബലികളോ ഒന്നും ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഞാൻ അവരോട് ഒരു കാര്യം മാത്രം പറഞ്ഞുള്ളൂ, എന്നെ ശ്രവിക്കുക, എൻ്റെ വാക്ക് ശ്രവിക്കുക, അപ്പോൾ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ജെറമ്യ 7:23. അപ്പോൾ ഈ വചനങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഏത് കാലഘട്ടത്തിൽ ഏത് ജനത്തിന് വേണ്ടി ഈ പ്രവചനമുണ്ടായി എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ സങ്കീർത്തനങ്ങൾ, ഓരോ സങ്കീർത്തനങ്ങളുടെയും സാഹചര്യങ്ങൾ, 18-ാം സങ്കീർത്തനം എന്നെല്ലാം ദാവീദ് വിജയിച്ചു കഴിഞ്ഞാൽ ആദ്യം ദാവീദ് പാടുന്നത് ഈ സങ്കീർത്തനമാണ്. ദാവീദ് ഒരിക്കലും തൻ്റെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് തൻ്റെ ആയിട്ട് ഒരിക്കലും എടുത്തിട്ടില്ല. എല്ലാം ദൈവമാണ് എന്നെ വിജയിപ്പിച്ചതെന്നുള്ളതാണ്. അതിൽ രക്ഷാകര രഹസ്യങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു രഹസ്യം. എന്ന മാതിരി പുസ്തക രൂപങ്ങൾ തന്നെ, സങ്കീർത്തനങ്ങൾ എന്നതൊരു പുസ്തക രൂപമാണ്. ഒരു ലിറ്ററേച്ചറിൽ ഇതുപോലെ വേറെ ഒരു കാലഘട്ടത്തിലും അങ്ങനെ ഒരു രൂപം ഉണ്ടായിട്ടില്ല. ഒരു സാഹിത്യ രൂപം, സങ്കീർത്തനങ്ങളെ പോലെയുള്ള ഒരു സാഹിത്യ രൂപം വേറെ ഉണ്ടായിട്ടേയില്ല. ഈ സാഹിത്യ രൂപം അതെന്തോ ഒരു പ്രഖ്യാതമായൊരു സാഹിത്യ രൂപമാണത്, സങ്കീർത്തനങ്ങൾ. അപ്പം എന്ന പോലെ ബൈബിളിലെ ചില പുസ്തകങ്ങളുടെ പ്രത്യേകതയും അതിൻ്റെ കാലഘട്ടവും ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥകാരന്മാർ ഉദ്ദേശിച്ച അർത്ഥം ഗ്രഹിക്കുന്നതിന് അവർ ജീവിച്ച കാലഘട്ടം അതാണ്. ഇപ്പോൾ നമ്മൾ വിശുദ്ധ സീറോ മലബാർ ആരാധനാക്രമത്തിൽ ദൈവവചനം വായിക്കുന്നതിന് മുൻപ് എഴുതി നരകുലരക്ഷകനാം മിശിഹാനാഥൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ യൂദയ സഭയിൽ മത്തായി, മർക്കോസ് റോമിലെ ജനതയ്ക്കായി, ലൂക്കാ ഈജിപ്തിലെ സഭയിൽ, യോഹന്നാൻ എഫേസൂസിൽ, നാഥാ ജനതീ ഗ്രന്ഥം ധ്യാനിപ്പൂ നിൻ മഹിമകളെ. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്, എഴുതി നരകുലരക്ഷകനാം മിശിഹാരാജൻ തന്മൊഴികൾ. എന്നിട്ട് പറഞ്ഞാണ് യൂദയ സഭയിൽ മത്തായി. കണ്ടോ? അപ്പോൾ ഇത് വായിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കണം, മത്തായി ഇത് ആർക്ക് വേണ്ടി എഴുതി? മത്തായിയുടെ സുവിശേഷം എഴുതിയത് യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ്. യൂദയ സഭയിൽ മത്തായി,
മർക്കോസ് റോമിലെ ജനതയ്ക്കായി. ഇപ്പോൾ കണ്ടോ വ്യത്യാസം? യഹൂദ ക്രിസ്ത്യാനികൾ ഒരു വശം, റോമിലെ ജനത മുഴുവനും വിജാതീയരായിരുന്നവർ ക്രിസ്ത്യാനികളായതാണ്. അതുകൊണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചാണ്. എന്നാൽ യഹൂദരെ സംബന്ധിച്ച് ദൈവത്വം അവർക്ക് എളുപ്പം മനസ്സിലാവുന്നതാണ്. അവർക്ക് മനസ്സിലാകാത്തത് യേശുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം യഹൂദർക്ക് യേശുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ലൂക്കാ ഈജിപ്തിലെ സഭയിൽ ഉണ്ടോ? ലൂക്കായുടെ സുവിശേഷം യേശുവിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ചും യേശുവിൻ്റെ ബലിയർപ്പണത്തെക്കുറിച്ചും യേശുവിൻ്റെ ശുശ്രൂഷാ ജീവിതത്തെക്കുറിച്ചുമാണ്. യോഹന്നാൻ എഫേസുസിൽ. അപ്പം ഇത് ആ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഇവർ തമ്മിൽ പരസ്പരം യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ എഴുതപ്പെട്ടതാണ്. അതിൽ കാണുന്ന വചനങ്ങളുടെ ഐക്യമെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത്ഭുതം തോന്നും. എന്നാൽ ഇവർ തമ്മിൽ യാതൊരു പരസ്പര സംസാരമില്ലാതെ എഴുതപ്പെട്ടതാണ് ഇതെല്ലാം. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരു പുസ്തകമായിട്ട് കാണുന്നു, ചെറിയൊരു പോക്കറ്റ് ബുക്ക് കാണുന്നു, അല്ലെങ്കിൽ ചെറിയ പുതിയ നിയമത്തിൻ്റെ പുസ്തകം കാണുന്നു, അതിനകത്തൊരു പുസ്തക രൂപത്തിലാവുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇത് വ്യത്യസ്ത വിശ്വാസ സമൂഹത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയതാണ്. അവരുടെ ആത്മീയ വളർച്ചയ്ക്കും അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരുടെ ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ നോക്കാം, നമുക്ക് അവിടുത്തെ ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ യഹൂദരുടെ ഇടയിലുള്ള പ്രധാന കൃഷിയാണ് ഗോതമ്പ് കൃഷി, അതുപോലെ തന്നെ മുന്തിരിത്തോട്ടം, പിന്നെ ആടുകളെ, അതുപോലെ കടപ്പുറത്ത് മത്സ്യബന്ധനം. അപ്പോൾ ഈ 4 കാര്യങ്ങളുമാണ് അവരുടെ പ്രധാന പരാമർശങ്ങളെല്ലാം. ഈശോയുടെ ഉപമകളും ഈശോ പറയണതെല്ലാം കണ്ടു. ഇന്നും ആ വിത്തിൻ്റെ ഉപമ പറയുമ്പോൾ 2000 വർഷമായിട്ടും ആ ഉപമയ്ക്ക് വളരെ പുതുമയാണ്. കാരണം നമ്മുടെ ജീവിതത്തിലെ സംസ്കാരവുമായിട്ട് അത് ഒത്തുപോകുന്നു. എന്നാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് മുഴുവനും മനസ്സിലാവില്ല. കാരണം നമ്മളധികം മുന്തിരിത്തോട്ടം നമുക്കില്ല. അപ്പോൾ നമ്മൾ ആ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പഠിക്കണം. മുന്തിരിച്ചെടിയുടെ കാര്യം പറയുമ്പോൾ മുന്തിരിച്ചെടിയെക്കുറിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അതെല്ലാമാണ് സാഹിത്യരൂപത്തിൻ്റെ പ്രത്യേകത. ആ കാലത്തെ ചിന്തയുടെയും ഭാഷണത്തിൻ്റെയും ആഖ്യാനത്തിൻ്റെയും രീതികളെ നാം ശ്രദ്ധിക്കണം. കാരണം ആവിഷ്കൃത സത്യം വിവിധ രീതികളിൽ വ്യത്യസ്തങ്ങളായ ചരിത്ര രചനകളിലൂടെയും, അതാണ് വ്യത്യസ്തമായ ചരിത്ര രചനകൾ എന്ന് പറയുമ്പോൾ സങ്കീർത്തനങ്ങൾ, അതുപോലെ ഒരു രചന വേറെ ലോകത്തിലുണ്ടായിട്ടില്ല. ഇറ്റ് ഈസ് എ യുണീക്ക് ഫോം. പ്രവചന രൂപത്തിലോ കാവ്യരൂപത്തിലോ, കണ്ടോ, കാവ്യരൂപമാണത്. അതേസമയത്ത് യേശയ്യ പ്രവചന രൂപമാണ്. എന്നാൽ ആ പ്രവചന രൂപത്തിൽ തന്നെ ചില ഭാഗങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ വളരെ പോയറ്റിക്കാണ്, കവിതാത്മകതയുണ്ടതിൽ. മറ്റേതെങ്കിലും സാഹിത്യ രൂപത്തിലോ ഉള്ള രചനകളിലൂടെയോ അവതരിപ്പിക്കപ്പെടുന്നു സാഹിത്യരൂപം. അപ്പോൾ ജോബിൻ്റെ പുസ്തകം വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യരൂപമാണ്. ദൈവനിവേശിതമായതിനാൽ ശരിയായ വ്യാഖ്യാനത്തിന് തെല്ലും അപ്രധാനമല്ലാത്ത മറ്റൊരു തത്വം കൂടിയുണ്ട്. അങ്ങനെ നമ്മൾ വിശുദ്ധ ലിഖിതത്തിൻ്റെ വ്യാഖ്യാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ക്രിസ്തു മതം ഒരു പുസ്തകങ്ങളുടെ മതമല്ല. ഇറ്റ് ഈസ് നോട്ട് എ ബുക്ക് റിലീജിയൻ, ഇറ്റ് ഈസ് എ റിലീജിയൻ ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്. ഒരു ദൈവവചനത്തിൻ്റെ അവതീർണ വചനം, മനുഷ്യനായി അവതരിച്ച വചനം. ആ ലിഖിതം വായിക്കുമ്പോൾ
ഈ ദൈവവചനങ്ങളെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഒരു വ്യക്തിയായിട്ടാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദ്യം മുതൽ നമ്മൾ കേൾക്കുന്നത്. ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അടുത്ത വാക്ക് പറയണത് അവൻ ദൈവത്തോടു കൂടെ ആയിരുന്നു. അതാണ് വിശുദ്ധ അഗസ്തീനോസ് പറയണത്, ദൈവത്തോടു കൂടെ ആയിരുന്ന ദൈവം, അതാണ് വചനം. ഗോഡ് വിത്ത് ഗോഡ്, വെറും ഗോഡല്ല, ദൈവവചനം ഗോഡ് വിത്ത് ഗോഡാണ്, ദൈവത്തോട് കൂടെ ആയിരുന്ന വചനം. പ്രൈസ് ദ ലോർഡ്. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്.